59ാമത് സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിന് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. മെഡിക്കൽ കോളേജിലെ ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 2600-ലധികം കായിക താരങ്ങളാണ് മീറ്റിൽ മാറ്റുരയ്ക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ എറണാകുളത്തെ പാലക്കാട് വെല്ലുവിളി ഉയർത്തുമ്പോൾ ആതിഥേയരെന്ന ആനുകൂല്യവുമായാണ് കോഴിക്കോടിന്റെ തയ്യാറെടുപ്പ്. സാമൂതിരിയുടെ നാട്ടിലേക്ക് 23 വർഷങ്ങൾക്ക് ശേഷം കൗമാര കേരളത്തിന്റെ മഹാകായികമേളയെത്തുമ്പോൾ വാശിയേറിയ പോരാണ് പ്രതീക്ഷിക്കേണ്ടത്. കോതമംഗലത്തെ സെന്റ് ജോർജിന്റെയും മാർബേസിലിന്റെയും മാതിരപ്പള്ളി സ്കൂളിന്റെയും കരുത്തിൽ എറണാകുളം കുത്തക നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്ലറ്റിക്സിൽ ഉറച്ച മെഡലുകളുമായി മേഴ്സിക്കുട്ടൻ അക്കാദമിയിലെ കുരുന്നുകളും എറണാകുളത്തിന് മുതൽക്കൂട്ടാകും. തീർച്ചയായിട്ടും എറണാകുളം തന്നെ ആയിരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എറണാകുളത്തിന്റെ കുത്തകനെ അത് തീർച്ചയായിട്ടും അത് തന്നെ വരത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം എല്ലാ കുട്ടികളും അവിടെയും ഫോമിലാണ് എല്ലാവരും തന്നെ. കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പുകളായ പാലക്കാടിനെയാണ് കോഴിക്കോട് ഇത്തവണ നോട്ടമിടുന്നത്. ആതിഥേയരുടെ മികവ് പൂർണ്ണതയിലേക്കെത്തിയാൽ കോഴിക്കോട് രണ്ടാമതെത്തുമെന്ന് പ്രധാന പരിശീലകയായ ഒളിമ്പ്യൻ PT ഉഷ പറയുന്നു. ഇത് നമ്മുടെ ജില്ലയിൽ നടക്കുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ചെറിയൊരു കോർഡിനേഷൻ ഇല്ലാതിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം 35 പോയിന്റിനോ മറ്റോ നമ്മൾ റണ്ണേഴ്സ് അപ്പ് പോയത്. അപ്പൊ അത് ഒരു പക്ഷേ നമ്മളെ ജില്ലയിൽ നടത്തുന്നതിന്റെ ഗുണം എന്തായാലും സാധിക്കാൻ സാധ്യതയുണ്ട്. പറളി കല്ലടി സ്കൂളുകളാണ് പാലക്കാടൻ കാറ്റായി ട്രാക്കിൽ വീശിയടിക്കുക. ചാമ്പ്യൻ സ്കൂളിനുള്ള പോരാട്ടത്തിൽ കോതമംഗലത്തെ സെന്റ് ജോർജിനും മാർബേസിലിനും വലിയ വെല്ലുവിളികൾ ഉണ്ടാകില്ല. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന സ്കൂൾ കായികമേള കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ എറണാകുളത്തിന്റെ കുത്തക തകർക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്നാണ് അറിയേണ്ടത്. അതിനുള്ള ഉത്തരം ഈ സ്റ്റേഡിയവും ഇതിലെ ട്രാക്കും ഫീൽഡും നൽകും. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ക്യാമറമാൻ പ്രദീപ് കുംബ്ലിക്കൊപ്പം എൽദോപ്പോൾ പുതുശ്ശേരി, റിപ്പോർട്ടർ കോഴിക്കോട്.